ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നിറവിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവനം സൃഷ്ടിപ്പാൻ കർത്താവ് സഹായിച്ചതിനായി തിരുനാമത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയത്തിനായി ഒരു വേദഭാഗം വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 31-32 വാക്യങ്ങൾ. ലൂക്കോസ് 22, 31, 32 വാക്യങ്ങൾ. ശിമോനെ, ശിമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. കർത്താവ് തൻ്റെ ഇഹലോകവാസത്തിൻ്റെ അന്ത്യത്തോടടുത്ത സമയത്ത് അന്ത്യ അത്താഴത്തിന് ശേഷം ശിഷ്യന്മാരോട് സംസാരിക്കുന്ന ഒരു ഭാഗമാണിത്. മറ്റ് 3 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്താത്ത ഒരു കാര്യം ലൂക്കോസ് രേഖപ്പെടുത്തി. അതാണ് നാം വായിച്ചത്. അപ്പോൾ പറയുന്നു, സാത്താൻ നിന്നെ എന്ന് മാത്രമല്ല, നിങ്ങളെ ബഹുവചനത്തിലാണ് കോതമ്പ് പോലെ പാറ്റേണ്ടതിന് അനുവാദം ചോദിച്ചു, കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. പിശാച് കർത്താവിനോട് അനുവാദം ചോദിച്ചതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തിന്? കോതമ്പ് പോലെ പാറ്റാൻ. ഒരു ഏത് വീട്ടിലും അല്ലെങ്കിൽ ഒരു 10-25 വർഷം മുൻപ് വരെ ഏത് മലയാളി വീട്ടിലും ഏത് ഇപ്പോഴും കൃഷിക്കാർക്കൊണ്ട് നടക്കുന്നൊരു സംഭവമാണ് പാറ്റൽ പ്രക്രിയ. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത് പറഞ്ഞാൽ മനസ്സിലാക്കിയില്ല. എന്താണ് പാറ്റുന്നതെന്നോ പാറ്റൽ എന്താണെന്നോ ഇപ്പോഴത്തെ ആളുകൾക്ക്, ഇപ്പോഴത്തെ ഈ വരുന്ന ജനറേഷന് വലിയ നിശ്ചയം കാണത്തില്ല. എന്നാൽ പഴയ ആളുകൾക്കറിയാം. അപ്പോൾ കർത്താവ് അവനോട് പറയുന്നു, കോതമ്പ് പോലെ പാറ്റേണ്ടതിന് അനുവാദം ചോദിച്ചു. ഇത് നടക്കുന്ന ഈ പറയുന്നത് കർത്തമേശ ഏർപ്പെടുത്തി ബാധസോടും കൊടുത്ത, അല്ലെങ്കിൽ യോഹന്നാൻ 13 പറയുന്ന പോലെ 13 മുതൽ 14, 15 ഒക്കെ അതിൽ ഉൾപ്പെടും. 16-ാം അധ്യായം ഉൾപ്പെട്ടേക്കാം. അതിനുശേഷമായിരിക്കണം ഇത് പറയുന്നത്. സാത്താൻ എന്നോട് വന്നൊരു പെർമിഷൻ ചോദിച്ചു. എന്താണ്? നിങ്ങളെ കോതമ്പ് പോലെ പാറ്റണം. താനെ കേശവനയിൽ പോയി പ്രാർത്ഥിക്കുന്നതിന് മുമ്പാണെന്നും ആ ലൂക്കോസ് 22 മനസ്സിലാകും. അപ്പോൾ കർത്താവ് അനുവാദം കൊടുത്തോ? ആ തൊട്ടുപോകരുത് എന്ന് പറഞ്ഞില്ല. ഒരു കാര്യം ഇവിടെ ശ്രദ്ധേയമാണ്. ഏതൊരു വ്യക്തിയെയും ഏതൊരു ദൈവത്തിനെയും പിശാചിനെ തൊടണമെങ്കിൽ, അല്ലെങ്കിൽ അവൻ്റെ എന്തെങ്കിലും ഉദ്ദേശം നടക്കണമെങ്കിൽ അവൻ പെർമിഷൻ കിട്ടിയേ ചെയ്യാനൊക്കെയുള്ളൂ. കാരണം അവർ ദൈവശക്തിയിൽ കാക്കപ്പെടുന്നു. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ആ ദൈവ പൈതലായി കഴിഞ്ഞാൽ അവർ ദൈവശക്തിയിൽ കാക്കപ്പെടുന്നു. രക്തത്താൽ അവരെ വീണ്ടെടുക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നാം ചിന്തിച്ചതുപോലെ ഈ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് അവരെ വീണ്ടെടുത്തു. അത്ഭുത പ്രകാശത്തിലേക്ക് അവർ വന്നു. വെളിച്ചത്തിൻ്റെ മക്കളായി തീർന്നു. പിന്നെ ഇരുട്ടിന് അവരുടെ മേൽ അധികാരമില്ല. അന്ധകാര ശക്തിക്ക് അവരുടെ മേൽ അധികാരമില്ല. പിന്നെ അവരെ തൊടണമെങ്കിൽ, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സാത്താൻ അനുവാദം ചോദിക്കുന്നു. യോബിൻ്റെ കാര്യം നമുക്കറിയാം. എന്തെങ്കിലും കാര്യം കാരണം അവനെ പിടികിട്ടത്തക്ക, അല്ലെങ്കിൽ സാത്താന് അവൻ നോക്കി നടക്കാണല്ലോ. പത്രോസ്, നിങ്ങൾ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ ചുറ്റി നടക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. തീത്തോസിനോട് പൗലോസ് പറഞ്ഞത്, എതിരാളി നിന്നെക്കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ രചിക്കേണ്ടതിന് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അവിടെ പിടിക്കാൻ പിശാച് നടക്കും. സെക്കരിയാവിൽ നമുക്ക് അറിയാം, മഹാപുരോഹിതനായ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് ദൂതന്റെ മുൻപിൽ നിന്ന സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കിട്ടിയാൽ അത് പിടിക്കാൻ സാത്താൻ ശ്രമിക്കാം. അപ്പോൾ
ഇവിടെ ശിഷ്യന്മാരോട് പറയുകയാണ്, പത്രോസിനോട് പറയുന്നു, നിങ്ങളെയെല്ലാം കോതമ്പ് പോലെ മാറ്റാൻ അവൻ അനുവാദം ചോദിച്ചു. ഞാൻ കൊടുത്തില്ല എന്ന് കർത്താവ് പറഞ്ഞല്ല. നിന്റെ വിശ്വാസം പൊയ്പാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. അപ്പോൾ കർത്താവ് പെർമിഷൻ കൊടുക്കാതിരുന്നില്ല. പാറ്റുക എന്ന് പറയുമ്പോൾ അത് ഞാൻ ആരംഭത്തിലേ പറഞ്ഞേ, ഒരു മുറത്തിലിട്ട്, മുറമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള പിള്ളേർക്ക് അറിയില്ല, എന്നാലും ആ ഒരു മുറത്തിലിട്ട് അത് പാറ്റിയെടുക്കുന്ന, അല്ലെങ്കിൽ വളരെ പഴയ അമ്മമാരൊക്കെ അവരുടെ ഒരു പ്രത്യേക സ്കില്ലായിരുന്നല്ലോ പാറ്റുക എന്നുള്ളത്. ആ പാറ്റുന്ന സമയത്ത് ഇത് ഒരിക്കലും ഇതിന് സ്വസ്ഥതയില്ല, അല്ലെങ്കിൽ അടങ്ങിയിരിക്കുന്നില്ല. എപ്പോഴും അതിനെ ഇളകിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എന്തിനെങ്ങനെ ഷേക്ക് ചെയ്യുന്നേ? ഈ പാറ്റിൻ്റെ ഉദ്ദേശം എന്താണ്? താത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റാൻ അനുവാദം ചോദിച്ചു പറഞ്ഞാൽ എന്താണ്? കർത്താവ് അനുവദിച്ചെങ്കിൽ അതിനൊരു ഉദ്ദേശം കാണുമല്ലോ. നമ്മുടെ ജീവിതത്തിലെല്ലാം ഈ പ്രക്രിയ നടക്കും. നാം അറിഞ്ഞോ അറിയാതെയോ നടക്കുന്നുണ്ട്. പക്ഷേ നമുക്കുണ്ടാകുന്ന നിർഭാഗ്യകരമായ അനുഭവം തന്നാൽ നാം അത് അറിയുന്നില്ല, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നില്ല. ദൈവമായി തീർന്ന ഏതൊരു വ്യക്തിയെയും പാറ്റാൻ പിശാച് പെർമിഷൻ ചോദിക്കും. കർത്താവ് തൊട്ടു എന്ന് പറയുന്നില്ല. യോബിനെ തൊട്ടു, മറ്റനേകരെ വിശുദ്ധന്മാരെയില്ല. പെർമിഷൻ കൊടുക്കുന്ന അളവ് മാത്രമേ നമ്മെ തൊടുവാൻ അവന് സാധിക്കത്തുള്ളൂ. അതിനപ്പുറം ദൈവനെ തൊടാൻ അവന് സാധ്യമല്ല. അപ്പോൾ ഈ എന്തിനാണ് കർത്താവ് പെർമിഷൻ കൊടുക്കുന്നത്? അല്ലെങ്കിൽ അവൻ്റെ വകയായി തീർന്ന, അവൻ്റെ സ്വന്തമായി തീർന്ന വ്യക്തിയെ വീണ്ടും പാറ്റാൻ അനുവാദം കൊടുക്കുന്നതിന്? മത്തായി 3-ാം വാക്യത്തിൽ വീശുമുറം അവൻ്റെ കയ്യിലുണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്, കർത്താവിൻ്റെ കയ്യിൽ. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പൽ കളപ്പുരയിൽ ചേർത്ത് വയ്ക്കുകയും പതിൽ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പുറകിലൊരു ഉദ്ദേശമുണ്ട്, വളരെ വലിയ ഉദ്ദേശമുണ്ട്. പാറ്റാൻ അവനെ ഏൽപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ സിഫ്റ്റിങ്ങിന്, ഷെയ്ക്കിങ്ങിന് അവനെ ഏൽപ്പിക്കുമ്പോൾ കർത്താവിന് വലിയ ഉദ്ദേശമുണ്ട്. ഈ വേദഭാഗത്ത് നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചപ്പോൾ വളരെ എനിക്ക് അത്ഭുതവും സന്തോഷവും തോന്നി. പലപ്പോഴും ആഗ്രഹിക്കാത്ത, ഇഷ്ടപ്പെടാത്ത, താല്പര്യപ്പെടാത്ത അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, നാം ഒരിക്കലും ചിന്തിക്കാത്ത അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, നമ്മെ കുലുക്കുമ്പോൾ, നമ്മെ ഇളക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മെ ഷെയ്ക്ക് ചെയ്യുമ്പോൾ എന്തോ ആണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? ഒന്ന്, എൻ്റെ 3 കാര്യങ്ങൾ ആ ബന്ധത്തിൽ പറയാം. ഒന്ന്, നല്ലതും തീയതും വേർതിരിക്കുന്നത് അങ്ങനെയാണ്. അല്ലെങ്കിൽ പാറ്റൽ നടക്കുമ്പോൾ ഏത് മുറത്തിലും എന്തൊരു സാധനം കൊണ്ടൊന്ന് പറ്റിയാൽ ചിലത് പറന്നു പോകുന്ന കാണാം. അത് നിലത്ത് വീഴും. സാധാരണ അമ്മച്ചിമാർ അരിയോ നെല്ലോ ഗോതമ്പോ എന്തായാലും ശരി കൊണ്ടുവന്ന് പാറ്റിയാൽ കുറേ വെളിപ്പോവും. അത് നോക്കുമ്പോൾ അത് നല്ലതല്ലാത്ത ചീത്തയാണ്, പതില, ചിലപ്പോൾ തവിട് കാണാം, ചിലപ്പോൾ ഉമി കാണാം. അതെല്ലാം അങ്ങ് മാറ്റും. അപ്പോൾ നല്ല ധാന്യം വേർതിരിക്കണമെങ്കിൽ പാറ്റലുണ്ടായേ പറ്റത്തുള്ളൂ. ഇപ്പോൾ കൃഷി സ്ഥലങ്ങൾ കൊയ്ത് കൂട്ടുന്നു. അത് കൂട്ടിക്കഴിഞ്ഞിട്ട് അതെല്ലാം കൊയ്ത് കൊണ്ടിട്ട് മെതിച്ച് സാധനങ്ങളെല്ലാം എടുത്ത് കൂട്ടിയിട്ട് ആ ധാന്യം അതുപോലെ അവരെ പാക്ക് ചെയ്ത് വിടത്തില്ല. അതിന് മുമ്പേ ഒരു പ്രക്രിയയുണ്ട്. രൂത്തിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. നവമി രൂത്തിനോട് പറഞ്ഞത്, ബോസ് കളത്തിൽ യവം തൂറ്റുന്നു. അതിൻ്റെ അർത്ഥം യവം വൃത്തിയാക്കുക. അതിനകത്ത് പതിര് കാണും, മറ്റേ പൊടി കാണും, വൈക്കോല് കാണും, എല്ലാം കൂടെ മാലിന്യങ്ങൾ കാണും. ഏത് കളത്തിലും ഇന്നും സംഭവിക്കുന്ന കാര്യമാണ്. അതെല്ലാം മാറ്റി നല്ലത് മാത്രം വേർതിരിക്കും. അതിനുവേണ്ടി ആ പാറ്റൽ യോന പറഞ്ഞത്
പതിർ കെടാത്ത തീയിൽ ചുട്ടുകളയുന്നു. അപ്പോൾ പാറ്റിൽ നടക്കുമ്പോഴേ നല്ല മണിയും ആകാത്തും ഏതാണെന്ന് അറിയത്തുള്ളൂ. പല പാറ്റിൽ നടക്കാതിരുന്നാൽ അല്ലെങ്കിൽ പാറ്റാതിരുന്നാൽ ഒന്നും അറിയത്തില്ല. എല്ലാം നല്ലതാണ് എന്ന് തോന്നുള്ളൂ. ഇല്ല, ഇപ്പം ഗോതമ്പ് അത് കളപ്പുരയിൽ കൂട്ടണമെങ്കിൽ അതിനകത്ത് പതിര് മാറ്റണം, അതിനകത്ത് പൊടി മാറ്റണം, അതിലുള്ള മാലിന്യമെല്ലാം മാറ്റണം. മാറ്റി കഴിഞ്ഞുള്ളതേ കളപ്പുരയിൽ കൂടെ ചാക്കിൽ നിറച്ച് മാറ്റി വെക്കത്തുള്ളൂ. അപ്പോൾ നല്ലതും തീയതും അല്ലെങ്കിൽ നല്ല ധാന്യവും പതിരും തിരിച്ചറിയണമെങ്കിൽ പാറ്റൽ നടന്നേ പറ്റുള്ളൂ. നമ്മെ പാറ്റുമ്പോഴാണ് അല്ലെങ്കിൽ പാറ്റാൻ ഏൽപ്പിക്കുമ്പോഴാണ് നമ്മുടെ തീരുമാനം ശരിയാണോ, നമ്മളെ പ്രതിഷ്ഠ ശരിയാണോ, നമ്മുടെ ഒക്കെ ആണോ ഇല്ലയോ എന്ന് വെളിപ്പെടുന്നത്. മാത്രമല്ല കർത്താവ് ഒരു കാര്യം പറഞ്ഞു, അങ്ങ് വിട്ടുകൊടുക്കുകയല്ല. വിശ്വാസം പൊയ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. അപ്പോൾ പാറ്റിക്കൂ, പതിരെല്ലാം മാറ്റിക്കൂ, ആഘാതമെല്ലാം മാറ്റിക്കൂ. അല്ലെങ്കിൽ ആഘാതം ഉണ്ടോ ഇല്ലയോ എന്ന് വെളിപ്പെടണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ പാറ്റൽ നടക്കണം, ഷെയ്ക്കിങ് ഉണ്ടാകണം, നമ്മെ കുലുക്കണം. അപ്പോൾ നല്ലതും ആകാത്തതും നമ്മുടെ അകത്തുള്ള നല്ലതും ആകാത്തതും നമ്മുടെ തീരുമാനത്തിൻ്റെ എങ്ങനെയാണ് നല്ലതാണോ ആകാത്തതാണോ എന്നറിയണമെങ്കിൽ നമ്മെ കുലുക്കിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മെ പാറ്റിയേ പറ്റുള്ളൂ. നല്ലതും ആകാത്തതും വേർതിരിച്ചു. വീണ്ടും പറയുന്നു മത്തായി 3-12 വാക്യത്തിൽ, പതിർ കെടാത്ത തീയിലേക്ക് പതിരും ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടി വെക്കുന്നു. എല്ലാം കൂടെ കൊണ്ട് കളപ്പുരയിൽ വെച്ചാൽ ശരിയാകത്തില്ല. ഒന്നത്. 2, ഇതിനെ ശുദ്ധീകരിക്കാൻ അല്ലെങ്കിൽ അതിലെല്ലാ മാലിന്യവും മാറ്റാൻ പാറ്റേ പറ്റുള്ളൂ. ഇപ്പോൾ ഈ പണ്ടൊക്കെ, ഇപ്പോഴാണല്ലോ ആധുനിക പാക്കറ്റ് സാധനങ്ങൾ മാത്രം വാങ്ങിക്കുന്ന അവസ്ഥ വരുന്നത്. മുൻകാലങ്ങളിൽ അങ്ങനെയല്ലല്ലോ. അരിയോ ഗോതമ്പോ എന്ത് സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നാലും കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്മമാരൊരു പാറ്റിൽ നടത്തും. നെല്ല് കൊത്തിക്കൊണ്ട് വന്നാൽ അത് പാറ്റും. അതിനകത്തുള്ള അത് നല്ലതുമാകാത്തം തിരിക്കുന്ന മാത്രമല്ല, ശുദ്ധി ചെയ്ത അല്ലെങ്കിൽ നിർമ്മലീകരിച്ച അതിനെ ഉള്ളത് മാത്രം, മണി മാത്രം വേർതിരിക്കുന്ന പ്രക്രിയ. നമ്മെ പാറ്റുമ്പോഴേ നമ്മളുള്ള നല്ലത് വേർതിരിക്കാൻ കഴിയില്ല, ആകാത്തതെല്ലാം ശുദ്ധീകരിക്കാൻ. ഇന്നത്തെ ആളുകൾക്ക് അത് രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞ് പിന്നെ എല്ലാം വിശുദ്ധരായി, നമ്മളങ്ങ് പോകാൻ ഒരുങ്ങിയിരിക്കുക എന്നാണല്ലോ ഇന്ന് പറയുക. പക്ഷേ പാറ്റാൻ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ നമ്മിലുള്ള ആകാത്തതെല്ലാം മാറി നാം യഥാർത്ഥമായ മുതലായി മാറുകയുള്ളൂ. ഞാൻ ഇടയ്ക്ക് കയറി പറയുകയാണ്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകാതിരിക്കുന്നെങ്കിൽ തന്നെ ഇരിക്കുന്നു, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകുന്നതെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവായ യേശു പറഞ്ഞു. അപ്പം മണി അപ്പോൾ അതിൻ്റെ അർത്ഥം അതിനകത്ത് ജീവൻ അടങ്ങിയിരിക്കുന്നു. അതിനകത്ത് പൊടിയും അഴുക്കും എല്ലാം കൂടെ കാരണം അതിനൊന്നും ജീവനില്ല. അപ്പം ജീവനില്ലാത്ത വസ്തുക്കളെ ഇതിൽ നിന്ന് വേർതിരിച്ച് ഇതിനെ ശുദ്ധിയുള്ളതാക്കാൻ പാറ്റൽ നടന്നേ പറ്റുള്ളൂ. അവൻ കുലുക്കും, ഇളക്കും, മറിക്കും. നമ്മൾ ആഗ്രഹിക്കാത്ത പലതും നമ്മുടെ ജീവിതത്തിൽ ചെയ്യും, നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യും. മാത്രമല്ല നമ്മൾ സ്ട്രോങ് എന്ന് പറയുന്ന മേഖലയിലായിരിക്കും പിശാച് പല രീതിയിലും ശ്രമിക്കുന്നത്. ഞാൻ ഇന്ന ഏരിയയിൽ ഏതൊരു വ്യക്തിയുണ്ടല്ലോ വളരെ ശക്തരായിരിക്കുന്ന മേഖലയുണ്ട്, ബലഹീനരായിരിക്കുന്ന മേഖലയുണ്ട്. നമ്മുടെ ബലഹീന വശങ്ങളിൽ നാം കുറേ ശ്രദ്ധിക്കും, ശക്തരായിരിക്കുന്ന വശങ്ങൾ ഉറപ്പാണ് എന്ന് ചിന്തിച്ചിരിക്കുന്നത് അവിടെ ആയിരിക്കും ചിലപ്പോൾ പിശാച് കയറി പിടിക്കുന്നത്. നമ്മളത് ശ്രദ്ധിക്കാറില്ല, അത് ചിന്തിക്കാറില്ല. പലപ്പോഴും നമ്മുടെ ഓവർ കോൺഫിഡൻസ് നമ്മെ പരാജയത്തിലേക്ക് നയിക്കുന്നു. ആ മേഖലയിൽ കുലുക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആ കണിയിൽ വീണു പോകുന്നു. അപ്പോൾ
നല്ലതല്ലാത്ത നിർജീവ വസ്തുക്കളിൽ നിന്ന് നമ്മെ ശരിയായ രീതിയിൽ വേർതിരിച്ച് നല്ല മണിയായി തീർക്കണമെങ്കിൽ ഈ പാറ്റൽ ഉണ്ടായേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് യജമാൻ പാറ്റാൻ ഏൽപ്പിക്കുന്നത്. സാത്താൻ കോതമ്പ് പോലെ പാറ്റിക്കോട്ടെ, നല്ല മണി ഒരിക്കലും താഴെ പോകത്തില്ല. അല്ലെങ്കിൽ നല്ല പാറ്റുന്ന സമയത്ത് നല്ല മണി അടിഞ്ഞു കിടക്കും. കാരണം അതിനുള്ളിൽ ജീവനുണ്ട്, അതിന് വെയിറ്റുണ്ട്. അതിന് വെയിറ്റ് ഒട്ടുമില്ല, അത് പറന്നു പോകും. മാലിന്യം നീക്കി ശുദ്ധമാകാൻ മാത്രമല്ല, ഈ കുലുക്കൽ പ്രക്രിയ പല മേഖലയിലുണ്ട്. ഈ എല്ലാം കഴിഞ്ഞിട്ട് ഈ ഗോതമ്പ് തന്നെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ വാക്ക് തന്നെ എടുക്കാം, ഗോതമ്പ് തന്നെ പാറ്റി, നാടൻ ഭാഷയിൽ പറഞ്ഞ പാറ്റി കൊഴിച്ചെടുത്ത് അതിൽ മാലിന്യമെല്ലാം കളഞ്ഞ് അത് വരുമ്പോൾ ആ ചാക്കിനകത്ത് കെട്ടി അത് പിന്നെ ശേഖരിക്കുക. അത് മുതൽക്കൂട്ടാക്കുകയാണ്. അതിന് മൂല്യമുണ്ട്, അതിന് വിലയുണ്ട്. അതിനെ ആളുള്ളൂ. അതിൽ കഥയില്ലാത്തതിനൊന്നും അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തു പോയതിന് ഒരു മൂല്യവുമില്ല, ആർക്കും വേണ്ട. യോഹന്നാൻ പറഞ്ഞ് അതിൽ കെടാത്ത തീയിലിട്ട് ചുട്ടുകളെ. അത് സാധാരണയല്ല ഏൽപ്പിച്ചിരുന്ന ആ ജോലി കർത്താവ് ചെയ്യുന്ന പറഞ്ഞു. സ്തോത്രം. മാത്രമല്ല വീണ്ടും മുന്നോട്ട് നീണ്ട ഈ മറ്റ് ചില മേഖലകളിൽ കൂടെ നോക്കിയാൽ ഷെയ്ക്കിങ് ഉണ്ടാകുന്നത് എന്തിനാ? കുലുക്കുന്ന. ഞാൻ പറഞ്ഞല്ലോ, പാറ്റൽ നടക്കുമ്പോൾ കുലുങ്ങും. കുലുങ്ങാതൊന്നും സംഭവിക്കില്ല, കുലുങ്ങും. അല്ലെങ്കിൽ ഇളകും, ഇളകാതിരിക്കത്തില്ല. അപ്പം ഒരു കാര്യം ഉറങ്ങിക്കിടക്കുക, അല്ലെങ്കിൽ ആത്മീയമായി മന്ദതയില്ല, ഉറക്കത്തില്ല. അവിടെ നിന്ന് ഓർത്താൽ ഒന്ന് കുലുക്കുന്നിരിക്കും. കർത്താവ് ഒരു പ്രാവശ്യം ഗില്ലാത്തടാകത്തിൽ യേശുവും ശിഷ്യന്മാരുമായി പോകുമ്പോൾ കർത്താവ് അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അപ്പോഴാണ് ഓളം ഉണ്ടായത്. കാറ്റും തിരയും എല്ലാം കൂടെ വലിയ വെള്ളം. യേശു ശാന്തമായിട്ട് ഉറങ്ങുക. കർത്താവ് അറിയാതല്ല സംഭവിച്ചത് വേറെ കാര്യം. ഉടനെ ശിഷ്യന്മാർ വന്ന് അവനെ ഉണർത്തി. നമുക്കറിയാമല്ലോ, ഒരാളെ ഉണർത്തണമെങ്കിൽ കുലുക്കാതെ പറ്റത്തില്ലല്ലോ. ഒന്നുകിൽ തട്ടണം. പത്രോസ് പടയാളികളുടെ മധ്യേ കിടന്നുറങ്ങുമ്പോഴാണല്ലോ തൂന്ന് വന്ന് അവൻ്റെ വിലാപ്പുറത്ത് തട്ടുന്നത്. ദൂതൻ അവൻ്റെ വിലാപ്പുറത്ത് തട്ടി എഴുന്നേക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ചില കൊച്ചു തട്ടലും കൊച്ചു കുലുക്കലും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നമ്മെ ഉണർത്താനാണ്. അല്ലെങ്കിൽ ലോകം നമ്മെ തന്ത്രപരമായി ഉറക്കി മയക്കി അതിൽ കിടത്തുമ്പോൾ ആ സ്ഥാനത്ത് നിന്ന് നമ്മെ ഉണർത്താൻ ശിംശോന് അബദ്ധം പറ്റിയല്ലോ. പല പ്രാവശ്യം അവനെ ഉറക്കിയിട്ട് അവൾ അവനെ വിളിച്ചുണർത്തി. ഇല്ലില്ല. എന്നാൽ അപ്പോഴേലും കുലുക്കി വിളിച്ചപ്പോൾ അവനങ്ങ് പോയി രക്ഷപ്പെടണ്ടേ. അവന് ജട കളഞ്ഞിട്ടും അവനെ ഉണർത്തി. അപ്പോഴാണ് ജട പോയി കഴിഞ്ഞാൽ മനസ്സിലായി, പിന്നെ രക്ഷയില്ല. അപ്പോൾ ഈ കുലുക്കൽ നമ്മെ ഉണർത്താൻ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയോ പ്രയാസമോ ആഗ്രഹിക്കാത്ത പരിശോധനയോ നിന്ദയോ അപമാനമോ എന്തും വരട്ടെ, ഇതൊക്കെ വരുമ്പോൾ നമ്മെ ഉണർത്താൻ, നമ്മെ ആക്റ്റീവാക്കാൻ, ഉത്സാഹികളാക്കാൻ, ഉണർവുള്ളവരാക്കാൻ ദൈവം അനുവദിക്കുന്നു. ഇവയെല്ലാം നമ്മുടെ ഉടയവൻ അനുവദിക്കുന്നു. പക്ഷേ ആ സമയത്തും ചിലരെ ഉറങ്ങിക്കിടക്കുന്ന ആളുകളെ ഉണർത്താൻ ചിലപ്പോൾ പാടുപെടുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ കാണാം. ചിലർ എത്ര ഉണർത്തിയാലും ഉണരുകയില്ല. പിന്നെയും പുതപ്പ് വാരി മൂടി കിടന്നുറങ്ങുന്ന കാണാം. ദൈവവചനം പറഞ്ഞ ഉറങ്ങുന്നവനെ ഉണർന്ന മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അപ്പോൾ ഉണർന്നവനെ എഴുന്നേൽപ്പിക്കുവാൻ, അവനെ ഉണർത്താൻ ചിലപ്പോൾ ഇട്ട് കുലുക്കും. നമ്മുടെ ജീവിതത്തിലും വരുന്ന ചില സംഭവങ്ങൾ അതിനായിരിക്കാം. എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഞാൻ എപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൻ്റെ കൊടുമുടിയിലല്ലായിരുന്നു. താഴെ
താഴ്വരയുടെ കൂരിരുൾ താഴ്വരയുടെ അഗാധതയിലും കൂടെ കടന്നുപോയ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഇല്ല, ആ ഉത്തമത്തിൽ എഴുതിയിരിക്കുന്ന പോലെ എൻ്റെ അഭിലാഷം ഹേതുവായി ഞാൻ എൻ്റെ പ്രഭുജനത്തിൻ്റെ പുത്രിയുടെ ഇടയിലെത്തിയെന്ന് എഴുതിയിരിക്കുന്ന പോലെ ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് തിരിച്ചു വരുത്തണമെങ്കിൽ ഒരു ചില കൊലുക്കൽ ആവശ്യം, ഉണർത്തൽ ആവശ്യം, ചില പാറ്റൽ ആവശ്യം. ഇത് ഈ ലോകത്തിൽ നാം പോകുന്നത് വരെ നമ്മുടെ ജീവിതത്തിൽ നടക്കും. കർത്താവ് അനുവദിച്ചിരിക്കുന്നതാ. പക്ഷേ അല്ല, പ്രധാന പ്രശ്നം ഇത് വരുമ്പോൾ കോതമ്പ് പോലെ പാറ്റുമ്പോഴും കോതമ്പ് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ കർത്താവ് തന്നെ അനുവദിക്കുന്നില്ല. അവൻ അനുവദിക്കുന്നതിനപ്പുറം പിശാചിന് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. മാത്രമല്ല, ഞാൻ മുന്നോട്ട് നീങ്ങണ്ട. ഇപ്പോൾ വേറൊരു മേഖലയിൽ നോക്കിയാൽ ചില വസ്തുക്കളെ ഒന്നിച്ച് യോജിപ്പിക്കാൻ അല്ലെങ്കിൽ മിക്സ് ചെയ്യാൻ പലതിനെ ചേർത്തിട്ട് അതിനെ മിക്സ് ചെയ്യാനായിട്ട് നന്നായി കുലുക്കും, അല്ലെങ്കിൽ ഒന്നിപ്പിക്കാൻ നന്നായി കുലുക്കും. ഇതുപോലെ നമ്മെ കുലുക്കുന്നത് കർത്താവിനോട് അടുപ്പിക്കാൻ, അവനുമായിട്ട് ഒന്നായി ചേരാൻ. നമ്മുടെ കഷ്ടതയോ പ്രയാസമോ ബുദ്ധിമുട്ടോ ഞെരുക്കമോ നിന്ദയോ അപമാനമോ രോഗമോ പ്രയാസമോ നഷ്ടങ്ങളോ ഒന്നും കർത്താവിൽ അകറ്റാനല്ല, കർത്താവിനോട് അടുപ്പിക്കാൻ, അവനോട് ഒന്നായി ചേരാൻ. അത് പൗലോസിനോട് ചോദിച്ചാൽ താൻ പറയുമല്ലോ, അനവധി കഷ്ടങ്ങളുണ്ടായി, അനവധി പ്രയാസങ്ങളുണ്ടായി, അതൊന്നും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ വേർപിരിക്കാൻ പര്യാപ്തമായില്ല. അതാണ് ശ്രദ്ധിക്കേണ്ടേ. കർത്താവിനോട് ഒന്നായി ചേർക്കാൻ, അവൻ്റെ സ്നേഹത്തോട് നമ്മെ അടുപ്പിക്കാൻ, അവനോട് നമ്മെ ഏറ്റവും അടുത്താക്കാൻ, അവനിലാക്കാൻ ചിലപ്പോൾ പലതും വേണ്ടി വരാം, പല കുലുക്കലും വേണ്ടി വരാം. നമ്മൾ പെട്ടെന്ന് അംഗീകരിക്കണമെന്നില്ല. പക്ഷേ ഇതാണ് സത്യം. കുലുക്കലുണ്ടാകാം, ഷെയ്ക്കിംഗ് ഉണ്ടാകാം, നന്നായി ഷെയ്ക്ക് ചെയ്യാം. മാത്രമല്ല, ചില ദ്രാവകങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ചില വസ്തുക്കളിൽ നിന്ന് ഏറ്റവും നല്ലത് പുറത്തു വരണമെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ക്രീമായത് പുറത്തു വരണമെങ്കിൽ ഷെയ്ക്കിംഗ് ഉണ്ടായേ പറ്റുള്ളൂ. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഇന്നില്ല എന്ന് പറയാം, ഒരു 50 വർഷം മുൻപൊക്കെ കേരളത്തിലെ മിക്കവാറും വീടുകളിൽ കന്നുകാലി വളർത്തലൊക്കെ ഉണ്ടായിരിക്കും. അന്നത്തെ ഏത് വീട്ടിൽ ചെന്നാലും ശുദ്ധമായ തൈരും ശുദ്ധമായ നെയ്യും ശുദ്ധമായ മോരും ഒക്കെ കിട്ടും. അപ്പോൾ ഈ നെയ്യ് കിട്ടുന്നത് എങ്ങനെയാണ്? നല്ലോണം പാലുറയൊഴിച്ച് അതിനെ തൈരാക്കി അതിനെ നല്ലവണ്ണം കടയും, ഒരു മത്തുകൊണ്ട് അതിനെ നന്നായി കടഞ്ഞ് ആണ് അതിൻ്റെ ക്രീം ഏറ്റവും നല്ലത് വേർതിരിക്കുന്നത്. ഇതുപോലെ പൗലോസ് പറഞ്ഞിരുന്നല്ലോ, നിങ്ങളിൽ കൊള്ളാകുന്നവർ വെളിപ്പെടേണ്ടതിന് ഭിന്നപക്ഷങ്ങളും ഉണ്ടാകേണ്ടത്. ഇങ്ങനെ വരുമ്പോഴേ അതിൽ നല്ലത് വേർതിരിക്കാനൊക്കത്തുള്ളൂ. ഇന്ന് ആത്മീയ മണ്ഡലത്തിൽ എല്ലാവരും എല്ലാം ഒരുപോലെ ഭംഗിയായിട്ട് അങ്ങ് പോയാൽ എല്ലാം ഒന്നാ, ഞങ്ങളെല്ലാം രക്ഷിക്കപ്പെട്ടവർ, ഞങ്ങളെല്ലാം ഒന്നാ. ഇല്ല. ഈ ഭിന്നപക്ഷങ്ങൾ ഉണ്ടാകുമ്പോൾ, കലക്കം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് നല്ലത് വേർതിരിയുന്നു, കോതമ്പ് വേർതിരിയുന്നു. അപ്പോൾ കലക്കം ഉണ്ടാകുന്നത് നല്ലത് എന്ന് പറയേണ്ടി വരും, നല്ലതെന്ന് പറയേണ്ടി വരും. കാരണം അങ്ങനെ ആകുമ്പോഴേ ഒറിജിനൽ ശരിയായത്, യഥാർത്ഥമായി വീണ്ടും ജനിച്ചത്, യഥാർത്ഥമായി കർത്താവിനെ കണ്ടെത്തിയത്, യഥാർത്ഥ മണികൾ വേർതിരിയത്തുള്ളൂ. അല്ലെങ്കിൽ 15 എല്ലാം ഒന്നിച്ചു കിടക്കും, അതിന് മൂല്യം ഉണ്ടാകത്തില്ല. മാത്രമല്ല, ഇങ്ങനെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം,
ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളോട് ചേർത്ത് ഞാൻ പറയാം, ഇതെല്ലാം ലോകത്തെ മൊത്തം ഇളക്കുക. എന്തിന്? നമ്മൾ ആദ്യം പറഞ്ഞ നമ്മുടെ വ്യക്തി ജീവിതത്തിലുള്ള ബന്ധത്തിലാണ്, കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ, രാജ്യങ്ങളിലെല്ലാം ഒരു സ്വസ്ഥതയുമില്ല, എല്ലാം ഇടയുക. ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ, ഈ പാറ്റുക എന്ന് പറയുമ്പോൾ അതിനെ ഷെയ്ക്കുക എന്നാണല്ലോ അർത്ഥം, കുലുക്കുക. ഒരു വസ്തുവിനെ മുറത്തിട്ട് ഇങ്ങനെ പാറ്റുമ്പോൾ അതിനെ എല്ലാം കുലുക്കുക, അനങ്ങാതിരിക്കുന്നില്ല. എന്തിനായി കുലുക്കുന്നേ? ദൈവത്തിൽ നിന്ന് 2 പ്രധാന ഭാഗങ്ങൾ വായിച്ച് ഞാൻ ഭാഗം അവസാനിപ്പിക്കാം. ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ. അതിൻ്റെ ഉത്തരം കിട്ടും. വിശ്വാസികളെ കോതമ്പ് പോലെ പാറ്റി, കല്ലും നെല്ലും തിരിച്ച്, അല്ലെങ്കിൽ കോതമ്പും പതിരും തമ്മിൽ വേർതിരിച്ച്, നല്ലതും ആകാത്തതും വേർതിരിച്ച് അതിനെ വൃത്തിയാക്കി നല്ലത് കൂട്ടിവെച്ച് അങ്ങനെ അത് സംഭരിക്കുന്നു. മറുവശത്ത് വ്യക്തിപരമായ ജീവിതത്തിൽ മാത്രമല്ല, സമൂഹത്തിലും. അതാണ് ഞാൻ അടുത്ത് വായിക്കുന്നത്. ഇനി കുറഞ്ഞവന് കഴിഞ്ഞിട്ട് 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഇനി കുറഞ്ഞവന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. ഞാൻ സകല ജാതികളെയും ഇളക്കും. സകല ജാതികളുടെ മനോഹര വസ്തു വരികയും ചെയ്യും. ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണ്ണമാക്കും എന്ന് സൈന്യങ്ങളെ യഹോവ അരുളിച്ചെയ്യുന്നു. ഗായി പറയുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് ആഫ്റ്റർ വൈൽ, അല്പസമയത്തിന് ശേഷം ആകാശത്തെ ഇളക്കും, ഭൂമിയെ ഇളക്കും, കടലിനെ ഇളക്കും, ഞാൻ സകല ജാതികളെ ഇളക്കും. എന്തിന്? നാം ഇന്ന് കാണുന്നല്ലോ, എവിടെയെങ്കിലും സ്വസ്ഥതയുണ്ടോ? എവിടെയെങ്കിലും സമാധാനമുണ്ടോ? എന്തിന്? 7-ാം വാക്യത്തിന് മറുപടി, സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. എന്താണ് സകല ജാതികളുടെയും മനോഹര വസ്തു? ദ ഡിസയർ ഓഫ് ഓൾ നേഷൻസ് എന്ന ഇംഗ്ലീഷ് പാഠാന്തരത്തിൽ കാണാം. സകല ജാതികളെയും മനോഹര വസ്തു. എല്ലാത്തിൻ്റെയും ആശയം എന്താണ്? അറിഞ്ഞോ അറിയാതെയോ, എൻ്റെ കർത്താവായ യേശുവിൻ്റെ വരവ്. ഇനി എബ്രായ ലേഖനം 12-ാം അധ്യായം 26-27 വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് കുറെ കൂടെ വ്യക്തമാകും. അവൻ്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി, ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും എന്ന് അവൻ വാഗ്ദത്തം ചെയ്തു. ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മലമായി ഇളക്കമുള്ളതിന് മാറ്റം വരും എന്ന് സൂചിപ്പിക്കുന്നു. എന്താണ് ഇളക്കത്തിന് കാരണം? ഇളക്കമില്ലാത്ത ഒന്ന് വരാൻ പോകുന്നു. എൻ്റെ 28-ാം വാക്യം, ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട്, ഇളകാത്തൊരു രാജ്യം വരുന്നു, അതിനാണ് ഈ ഇളക്കമെല്ലാം. നിർമ്മിതമായി നീക്കം ചെയ്യപ്പെടണം. ഇന്ന് ലോകത്തിലെ സംഭവങ്ങളെല്ലാം, ലോകത്തിലെ പ്രശ്നങ്ങളെല്ലാം, സമൂഹമെല്ലാം ഇളകി മറിയുന്നതിൻ്റെ ഏക കാരണം ഇളക്കമില്ലാത്ത ഒന്ന് വരണം. നിർമ്മതമായി ഇളക്കമുള്ളതിനെല്ലാം മാറ്റം വരും. അതിന് സമയമായി. അപ്പോൾ നമ്മയും കോതമ്പ് പോലെ പാറ്റുന്ന, അല്ലെങ്കിൽ വിശ്വാസിയെ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ പാറ്റുന്ന എന്തിന്? പ്രശ്നങ്ങൾ അനുവദിക്കുന്ന എന്തിന്? പോരാട്ടങ്ങൾ അനുവദിക്കുന്ന എന്തിന്? പ്രയാസങ്ങൾ അനുവദിക്കുന്നത് എന്തിന്? നമ്മെ തേജസ്സുള്ളതാക്കാൻ, മാലിന്യം മാറ്റാൻ, നല്ല മണിയാക്കി തീർക്കാൻ, തൻ്റെ കളപ്പുരയിൽ കൂട്ടിവെക്കാൻ, അവനോടൊത്ത് ഇരിക്കാൻ, അവനോട് ചേരാൻ, ഒരിക്കലും പിരിയാതെ കർത്താവിനോട് ഇരിക്കാൻ, ആ ഭാഗ്യത്തിലേക്ക് നമ്മെ അടുപ്പിക്കാനാണ് നമ്മെ പാറ്റുന്നതും ഇളക്കുന്നത്. സാത്താൻ പെർമിഷൻ ചോദിച്ചെങ്കിൽ കർത്താവ് അവന് പെർമിഷൻ കൊടുത്തത് ഈ ഉദ്ദേശത്തോടെയാണ്, കൊടുക്കുന്നത് ഈ ഉദ്ദേശത്തോടെയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് പ്രശ്നവും, ഏത് ഭാരത്തെയും ഈ ആംഗിൾ കൊണ്ട്
ഈ വീക്ഷണകോണിൽ കൂടെ നാം കണ്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്കും അനുഗ്രഹത്തിനും കാരണമായി തീരും. നമ്മൾ താർക്കാനല്ല, ഇല്ലാതാക്കാനല്ല, പിന്നെയോ പ്രയോജനമുള്ളതാക്കാൻ, മറ്റുള്ളതെന്ന് വേർതിരിച്ച് നല്ലതിനോട് കൂട്ടിച്ചേർക്കാൻ കർത്താവ് ചെയ്യുന്നു. അതിനോടൊപ്പം ഇളകാത്ത ഒരു രാജ്യം വരാറായി. അതുകൊണ്ട് കടലും കരയും ആകാശവും ഭൂമിയും സർവ്വ സകല ജാതികളും കാരണം ഇളകുന്ന എല്ലാം നീക്കി ഇളകാത്ത ഒരു രാജ്യം വരുന്നു. അതിനുവേണ്ടി ഒരുങ്ങാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ വ്യക്തിജീവിതത്തെ ഇളക്കുന്നതും അതിന് നമ്മെ ഒരുക്കാനാണ്. കളപ്പുരയിൽ കൂട്ടിവെക്കാൻ സമയമായി. തൻ്റെ നല്ല മണികൾ കളപ്പുരയിൽ ചേർക്കാൻ സമയമായി. അതിനവൻ കർത്താവ് നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യുമ്പോൾ പൊന്നുപോലെ പുറത്തു വരുമെന്ന് പറഞ്ഞ പോലെ നമുക്കും ആയിത്തീരാം, നമ്മെ സമർപ്പിക്കാം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തായി സ്തുതിക്കുന്നു. കർത്താവേ, സാത്താൻ നിങ്ങളെ കോതുമ്പോലെ പാറ്റേണ്ടതിന് അനുവാദം കൽപ്പന ചോദിച്ചു അങ്ങ് പറഞ്ഞ വചനത്തെ അടിസ്ഥാനമാക്കി അല്പം ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ ഞങ്ങൾക്ക് ഇടയായല്ലോ. ഞങ്ങളെയും നാഥ പലപ്പോഴും പാറ്റുമ്പോൾ ഞങ്ങൾ നിരാശപ്പെട്ടും തളർന്നും ക്ഷീണിച്ചും മനമെടുത്തും പോകുന്ന അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതല്ല കർത്താവ് പ്രയോജനമുള്ളതായി ആ നാഥ നല്ല മണിയായി ഞങ്ങൾ മാലിന്യങ്ങൾ നീക്കി വിശുദ്ധീകരിച്ച് അങ്ങോട്ട് ചേർക്കുവാൻ, അത് മാത്രമല്ല ലോകത്തെ മുഴുവൻ ഇളക്കുന്നത് കർത്താവ് ഒരു സ്വസ്ഥതയും ഒരു സ്ഥലത്തും ഇല്ലാതിരിക്കുന്നത് നാളെ ഇളകാത്ത രാജ്യം സ്ഥാപിക്കപ്പെടുവാൻ സമയമായെന്ന് അറിഞ്ഞുകൊണ്ട് സകല ജാതികളെയും മനോഹര വസ്തുവായ ഞങ്ങളുടെ കർത്താവിനെ കാത്തിരുന്ന് അവന് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് നടത്തുവാൻ കൃപ ചെയ്യണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.